അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മൾ ഒന്നുകൂടി പത്രത്തിൻ്റെ തലക്കെട്ടുകൾ വായിക്കുകയാണ്. ന്യൂസ് ഹെഡ്ലൈൻസ് വെറുതെ വായിക്കുകയല്ല, അതിൻ്റെ മീനിങ്സ് നോക്കുന്നു, പ്രൊനൗൺസിയേഷൻ നോക്കുന്നു. നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളും എനിക്കൊപ്പം വായിക്കണം, എന്നാലേ ഇതുകൊണ്ട് കാര്യമുള്ളൂ. ഓക്കെ, ശരി. A milk challenge from Milma to help dairy farmers. ഡയറി, പാലും പാലുൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട വാക്കാണ് ഡയറി. ഡയറി, അത് നമ്മൾ കുറിപ്പുകൾ എഴുതുന്ന ബുക്കാണ് ഡയറി. ഇതിൻ്റെ സ്പെല്ലിംഗ് DAIRY. മറ്റേ ബുക്കിൻ്റെ DIARY. Diary. This is dairy. Blend of digital online classes mooted. ഡിജിറ്റൽ ഓൺലൈൻ ക്ലാസ്സുകളുടെ സങ്കലനം അല്ലെങ്കിൽ അവയുടെ ഒരു സംയോജനം, അതിനുള്ള സാധ്യത നിർദ്ദേശിച്ചു. അതാണ് mooted എന്ന് പറയുന്നത്. Blend of digital online classes mooted. Chief Minister Pinarayi Vijayan is optimistic about new faces to spur Kerala's economy. Chief Minister Pinarayi Vijayan is optimistic about new faces to spur Kerala's economy. സ്പേർ എന്ന് വെച്ചാൽ ഉത്തേജിപ്പിക്കുക. പുതിയ മുഖങ്ങൾ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന കാര്യത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ശുഭാപ്തി വിശ്വാസിയാണ്. ട്രിപ്പിൾ ലോക്ക്ഡൗൺ ബിഗിനിങ് ടു ഹാവ് ഇഫക്റ്റ്. ഇഫക്റ്റ് എന്ന് വെച്ചാൽ ഫലം. AFFECT എന്ന് വെച്ചാലോ അത് എഫക്റ്റ്, സ്വാധീനിക്കുക. ഇഫക്റ്റ് ഫലം, എഫക്റ്റ് സ്വാധീനിക്കുക. ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഫലം നൽകാൻ തുടങ്ങിയിരിക്കുന്നു. ട്രിപ്പിൾ ലോക്ക്ഡൗൺ ബിഗിനിങ് ടു ഹാവ് ഇഫക്റ്റ്. We will create a sustainable development model. എന്താ സസ്റ്റൈനബിൾ? സസ്റ്റൈനബിൾ സുസ്ഥിരം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം. സുസ്ഥിര വികസനം, അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. We will create a sustainable development model. Rainfall eases in capital district. Rainfall eases എന്ന് വെച്ചാൽ ശാന്തമാകുന്നു, ഒഴിയുന്നു. Rainfall eases in capital district. തലസ്ഥാന നഗരത്തിൽ മഴ ഒഴിയുന്നു. Corporation purchases ambulance. Ambulance എന്ന് പറയാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ കൂടുതലും കേൾക്കുക നമ്മൾ ആംബുലൻസ് ആണ്. Corporation purchases ambulance. Roshi, a voice of settler farmers. Roshi, a voice of settler farmers. Settler farmer, കുടിയേറ്റ കർഷകൻ. Settler farmers, കുടിയേറ്റ കർഷകർ. A daunting task awaits Kerala's new health minister. ഡോണ്ടിങ് എന്ന് വെച്ചാൽ ഭീതിപ്പെടുത്തുന്ന, നമ്മുടെ വീര്യം ചോർത്തിക്കളയുന്ന. ടാസ്ക്, ചെയ്തു തീർക്കാനുള്ള പ്രവൃത്തിയാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രിയെ കാത്തിരിക്കുന്നത്. How lockdown is unleashing online frauds of many hues.
അൺലീഷ് എന്ന് വെച്ചാൽ കെട്ടഴിച്ച് വിടുക, അങ്ങനെ വരിക, സ്വതന്ത്രമാവുക, അങ്ങനെ അൺലീഷ് എന്ന് വെച്ചാൽ അതുവരെ അല്പസ്വല്പമൊക്കെ നിയന്ത്രിതമായി നിന്നിരുന്നത് അതിൻ്റെയൊക്കെ നിയന്ത്രണം പോകുന്നു. സ്വൈരവിഹാരം നടത്തുക. മെനി ഹ്യൂസ് എന്ന് വെച്ചാൽ പലവിധ വർണ്ണങ്ങളിലുള്ള, ബഹുവർണ്ണങ്ങളിലുള്ള, പല തരത്തിലുമുള്ള, അതായത് ഒതുക്കി നിർത്തപ്പെട്ടിരുന്ന അല്പസ്വല്പം നിയന്ത്രിതമായിരുന്ന ഓൺലൈൻ തട്ടിപ്പുകളൊക്കെ ലോക്ക്ഡൗൺ കാലത്ത് അതൊക്കെ കെട്ടുപൊട്ടിച്ച് സ്വൈരവിഹാരം നടത്തുകയാണ് പല വർണ്ണങ്ങളിൽ. കേരള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ urges women not to tolerate sexist bullying. urge എന്ന് വെച്ചാൽ എന്താണ്? പ്രേരിപ്പിക്കുക. urges women not to tolerate sexist bullying. The bullying, ഭീഷണികൾ, ഭീഷണിപ്പെടുത്തൽ, മെക്കിട്ട് കയറ്റം, തെമ്മാടിത്തം. കേരളത്തിലെ സ്ത്രീകൾ, കേരളത്തിലെ വനിതകൾ ഇനിയും ലൈംഗികമായ ഭീഷണിപ്പെടുത്തലുകളും തെമ്മാടിത്തങ്ങളും മെക്കിട്ട് കയറ്റങ്ങളും സഹിക്കേണ്ടതില്ല എന്നവരെ പ്രേരിപ്പിക്കാനായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ. പിണറായി വിജയൻ and Minister designates pay tribute to martyrs of Punapravayalar uprising in Kerala. Minister designates നിയുക്ത മന്ത്രിമാർ. pay tribute എന്ന് വെച്ചാൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുക. pay tribute. martyrs, martyr രക്തസാക്ഷി, martyrs രക്തസാക്ഷികൾ. മിനിസ്റ്റർ designates എന്താണ് മീനിങ്? നിയുക്ത മന്ത്രിമാർ. pay tribute എന്താണ്? tribute ശ്രദ്ധാഞ്ജലി. pay tribute ശ്രദ്ധാഞ്ജലി അർപ്പിക്കുക. martyrs രക്തസാക്ഷികൾ. martyr രക്തസാക്ഷി, പ്ലൂറൽ martyrs രക്തസാക്ഷികൾ. uprising എന്താണ്? uprising വിപ്ലവം. uprising അല്ല, uprising. Kerala High Court orders extension of interim orders, bails till May 31st. Kerala High Court orders extension of interim orders, bails till May 31st. Extension meaning നീട്ടിവെക്കൽ, കാലാവധി ദീർഘിപ്പിക്കൽ. ഇൻറ്ററിം ഓർഡേഴ്സ് എന്താണ്? ഇടക്കാല ഉത്തരവുകൾ, അതാണ് ഇൻറ്ററിം ഓർഡേഴ്സ്. കേരള ഹൈക്കോടതി ജാമ്യം, അതുപോലെ ഇടക്കാല ഉത്തരവുകൾ, ഇതിൻ്റെയൊക്കെ കാലാവധി നീട്ടിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. High Court seeks details of vaccine supply. High Court seeks details of vaccine supply. Vaccine supply. വാക്സിൻ സപ്ലൈയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഹൈക്കോടതി തിരക്കി. ഹൈക്കോർട്ട് സീക്സ് ഡീറ്റെയിൽസ് ഓഫ് വാക്സിൻ സപ്ലൈ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ന്യൂസ് ഹെഡ്ലൈൻസ്. സോ താങ്ക് യു, ടേക്ക് കെയർ, സ്റ്റേ ഓസം.